പിണറായി വിജയൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ മാന്യത ദേ പിന്നെയും കണ്ടോളൂ. അന്തരിച്ച നടൻ സലിംകുമാറിന്റെ വീട്ടിൽ പിണറായി നേരിട്ടെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അതിന്റെ ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ പ്രചരണ രംഗത്തിറങ്ങി ചിരിക്കാത്ത മുഖ്യമന്ത്രി തുടങ്ങി പലതരത്തിലുള്ള പരിഹാസങ്ങളും പിണറായി വിജയനെ ശക്തമായി വിമർശിച്ച വ്യക്തി കൂടിയായിരുന്നു നടൻ സലിംകുമാർ. പക്ഷേ ഒരു കലാകാരൻ അയാൾ ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്ന വിലപ്പെട്ട സംഭാവനകളെ മാനിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. എന്നിരുന്നാൽ കൂടിയും രാഷ്ട്രീയ എതിരഭിപ്രായങ്ങൾ മാറ്റിവെച്ച് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ സ്വത്തായിരുന്നു. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് അവരോടൊപ്പം കുറച്ചുനേരം ആ വീട്ടിൽ തങ്ങിയിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇന്നലകളിൽ പ്രചരിപ്പിച്ച രാഷ്ട്രീയ നേതാവായിരുന്നില്ല പിണറായി എന്ന് പിന്നെയും അയാൾ പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സലിംകുമാറിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി എത്തുന്നത്. എറണാകുളത്തെ സലിംകുമാറിന്റെ വീട്ടിലേക്കാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കുന്നത്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷും പിണറായിയെ അനുഗമിക്കുന്നുണ്ട്. സലിംകുമാറിന്റെ മകൻ ചന്തു അടക്കമുള്ളവരാണിപ്പോൾ പിണറായിയെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാളത്തിലെ പ്രിയ ഹാസ്യ താരമായ മലയാള സിനിമകളുടെ അവിഭാജ്യ ഘടകമായ സലിംകുമാർ വിട ചൊല്ലിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അവിടെ എത്തിച്ചേർന്നത്. ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതിനപ്പുറമുള്ള യഥാർത്ഥ പിണറായി വിജയൻ എന്ന വ്യക്തി. പ്രതിപക്ഷ നേതാവായിട്ട് പോലും വിമർശിച്ചതിൻ്റെ പേരിൽ രാഷ്ട്രീയ ശത്രുവായി കാണുന്ന സ്വഭാവക്കാരനല്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ എതിർപക്ഷത്ത് നിന്ന് വിമർശിച്ച വ്യക്തിയെ അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്, വ്യക്തിപരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യക്തി വിടവാങ്ങുമ്പോൾ ആ സന്ദർഭത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് കുടുംബാംഗങ്ങളെ നേരിട്ടെത്തിക്കണ്ട് ആശ്വസിപ്പിക്കുന്ന രീതി അവലംബിച്ചതും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എടുത്തു കാട്ടി പറയാത്ത കാര്യം. അവരുടെ മനസ്സിൽ താല്പര്യമില്ലായ്മ ഉള്ളതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ചെയ്തിരുന്നത് മുഴുവൻ കള്ളങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വൈരാഗ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് സലിംകുമാറിന്റെ മരണവേളയിൽ തന്നെ മേജർ രവി എന്ന രാഷ്ട്രീയക്കാരനായിട്ടുള്ള സിനിമാക്കാരൻ പറഞ്ഞ വാചകവും നിങ്ങൾ കേട്ടതാണ്. ഇന്നസെന്റിന്റെ മരണത്തിൽ വലിയ അകമ്പടിയിലാണത്രേ വന്നതെന്ന്. അങ്ങനെ പോലും സന്ദർഭോചിതമായി കള്ളങ്ങൾ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് അതേപടി മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുക തുടങ്ങിയ ആചാരങ്ങൾ നടക്കുമ്പോൾ അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ താൻ എന്താണ് എന്ന് പ്രവൃത്തിയിലൂടെ അടയാളപ്പെടുത്തി പോകുന്നുണ്ട് പിണറായി. അതിന് മറ്റൊരു ഉദാഹരണമാണ് സലിംകുമാറിന്റെ വീട്ടിൽ. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് ഒരു കാരണം സലിംകുമാറിന്റെ കൂടി വിമർശനവും സലിംകുമാറിന്റെ വാക്കുകൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയതുകൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ വ്യക്തിക്ക് ഇന്നലകളിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അർഹിക്കുന്ന ആദരവർപ്പിക്കാൻ പിണറായി ആ വീട്ടിലെത്തിയത്.